Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something great in your life today. ഇന്ന് കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. If you're watching this in any channel, just go ahead and invite others also to watch this right now. ഈ സമയത്ത് നിങ്ങൾ ഇതൊരു ചാനലിലൂടെയാണ് കാണുന്നതെങ്കിൽ മറ്റു പലരെയും ഇത് കാണുവാനായിട്ട് ഈ സമയത്ത് And if പ്രോത്സാഹിപ്പിക്കുക. you're watching this on any social media platform, just share the link with others. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് കാണുന്നതെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ദയവായി ഷെയർ ചെയ്താൽ. We are going to pray for the sponsors of today's episode right now. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. ഇന്ന് അവരുടെ 48ാമത്തെ വിവാഹ വാർഷികമാണ്. Happy anniversary. God bless you. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് Yes, Lord. ഇരുവരെയും അങ്കിളിനെയും ആൻറ്റിയെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു Yes, കർത്താവെ. Father. ദൈവമേ, ഈ കാലഘട്ടം വരെയും നീ അവരെ കാത്തു പരിപാലിച്ചല്ലോ കർത്താവെ. Yes, Lord. നന്മകൾ നൽകിയല്ലോ കർത്താവെ. ആരോഗ്യത്തോടെ നടത്തിയല്ലോ അപ്പ. എല്ലാറ്റിനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. Yes, Lord. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവിനെ കാണാൻ അവർക്ക് നീ കൊടുത്ത മഹാഭാഗ്യത്തിനായി, അങ്ങയുടെ വചനങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം കർത്താവെ നീ അവരെ തെരഞ്ഞെടുത്തതിനായി, നിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവെ ഒരു ശൗലിനെ പൗലോസാക്കിയതുപോലെ അങ്ങ് മാറ്റിയെടുത്തതിനായി ഒക്കെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തി അങ്ങേ അനുഗ്രഹിക്കുന്നു, ആരാധിക്കുന്നു കർത്താവെ. അതോടൊപ്പം കർത്താവെ, ഇനിയും അവരുടെ ജീവിതത്തിൽ പരസ്പരമുള്ള ബന്ധം കർത്താവെ, സ്നേഹം, ഇൻറ്റിമസി ഇതെല്ലാം ആഴത്തിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ കരുതൽ അവർക്കുണ്ടാകട്ടെ. ദൈവിക അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനിയും നല്ല ആരോഗ്യത്തോടെ ദൈവമേ നീ അവരെ ഇരുവരെയും കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുമായി ബന്ധപ്പെട്ട സകലത്തെയും കർത്താവെ അങ്ങ് കാക്കണമേ, പരിപാലിക്കണമേ എന്നുകൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഈ ആൻറ്റിയും അങ്കിളിനെയും ഈ കുടുംബത്തെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much once again and God bless you. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയാണ്. And I encourage all others also to join in this journey of serving the Lord. അപ്പോൾ തന്നെ കർത്താവിൻ്റെ സേവിക്കുന്ന ഈ ഒരു യാത്രയിൽ മറ്റുള്ളവർക്ക് പങ്കുചേരാം എന്നുകൂടെ ഞാൻ അറിയിക്കുകയാണ്. You can also become a sponsor or a partner of this ministry. ഈ മിനിസ്ട്രിയുടെ സ്പോൺസറായിട്ടോ ഒരു പാർട്ട്ണറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. The details you can collect from the screen. സ്ക്രീനിൽ നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. Now right away we are getting into a short time of praise and worship. ഈ സമയത്ത് ഒരു കൊച്ചു പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. Hallelujah. Good morning. ഇന്ന് ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 9-ാം അധ്യായം പറയുന്നത് എങ്ങനെയാണ്? യഹോവ എന്നേക്കും വാഴുന്നു. ഒരു ദൈവത്തിൻ്റെ കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷിക്കുവാനുള്ള വക എന്ന് പറയുന്നത് ദൈവം നമ്മുടെ കുടുംബത്തിൽ വാണാൽ, ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ ഇടയനാകുന്നുവെങ്കിൽ നമുക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്കുള്ള നന്മയും കരുണയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പുറകെ വന്ന് ചേരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവം നമ്മുടെ കുടുംബത്തിൽ വാഴുവാൻ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പാടാം. എൻ്റെ ദൈവം വാഴുന്നു. നമുക്ക് ഒരുമിച്ച് കൈകളടി ചേർന്ന് പാടാം. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. ചെന്നൊരിക്കൽ കൂടെ, എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂവിലും എൻ്റെ ദൈവം രാവിലും പകലിലും, രാവിലും പകലിലും വാനിലും ഭൂവിലും എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതിരാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ
അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാധിരാജാവായി വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും എൻ്റെ ദൈവം വാഴുന്നു. ഇളകി മറിയും, ഇളകി മറിയും കടലിൻ നടുവിൽ എൻ്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, യേശു വാഴുന്നു, രാജാധിരാജാവായി വാഴും. അവൻ വാഴുന്നു, വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാധിരാജാവായി. ഇളകി മറിയും കടലിൻ നടുവിൽ, ഇളകി മറിയും കടലിൻ നടുവിൽ എൻ്റെ ദൈവം വാഴും. ഒരു ഉറപ്പോട് കൂടി ഒന്ന് പാടിയേ. ഓ ഇളകി മറിയും കടലിൻ നടുവിൽ എൻ്റെ ദൈവം വാഴുന്നു. എൻ്റെ കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ യേശു വാഴും. ഓ എൻ കലങ്ങി മറിയും എൻ മനസ്സിനുള്ളിൽ എൻ്റെ യേശു വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, യേശു വാഴുന്നു, രാജാധിരാജാവായി വാഴുന്നു. ഓ അവൻ വാഴുന്നു, ഓ വാഴുന്നു, നിത്യപുരോഹിതൻ. രാവിലെ പ്രഭാതത്തിൽ സമാധാനത്തിന്റെ പ്രഭുവായി അവൻ എന്നിൽ വാഴുന്നു. ഓ രാജാധിരാജാവായി വാഴുന്നു, ഓ രാജാധിരാജാവായി വാഴുന്നു, ഓ രാജാധിരാജാവായി വാഴുന്നു. In the previous episodes, we were talking about the wrong ways usually people treat the Holy Spirit. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവിനെ ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്ന തെറ്റായ വിധങ്ങളെക്കുറിച്ചായിരുന്നു. Now it is time for us to get into the right ways. എന്നാൽ ഇനി ഇപ്പോൾ ശരിയായ വിധങ്ങൾ ഏതൊക്കെയാണ്, അതിലേക്ക് കയറേണ്ട സമയമായി കഴിഞ്ഞു. How would you treat the Holy Spirit right way? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ശരിയായ വിധത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും? Number one, honor Him. ഒന്നാമതായിട്ട് അവനെ ബഹുമാനിക്കുക. It is God's general policy that if we honor Him, He will honor back. ദൈവത്തിൻ്റെ ഒരു പൊതുവായ തത്വമാണ് നാം അവനെ മാനിച്ചാൽ അവൻ നമ്മെ തിരികെ മാനിക്കുമെന്നുള്ളത്. See, after Jesus is coming into this world, the next greatest event was the advent of the Holy Spirit into this world. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നടന്ന ഏറ്റവും വലിയ ദൈവപ്രവൃത്തി, ഈ ഭൂമിയിൽ നടന്ന ദൈവപ്രവൃത്തി എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമായിരുന്നു. And Jesus previously had promised the disciples that if I go, after I have gone, another person will be coming in place of me. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുന്നമേ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരുവൻ ഇവിടേക്ക് കടന്നു വരും. Now he said he will be coming on behalf of me in my place. Whatever I am doing, he is going to continue. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അവൻ എനിക്ക് പകരമായിട്ട് എൻ്റെ സ്ഥാനത്ത് ഞാൻ എന്തൊക്കെ ചെയ്യുമായിരുന്നോ അതൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അവൻ കടന്നു വരുന്നത്. So he is going to come in my place and he will do what I did and he will continue where I stopped. അത് മാത്രമല്ല, അവൻ എൻ്റെ സ്ഥാനത്തേക്കാണ് വരുന്നത്, ഞാൻ ചെയ്യുന്നതൊക്കെ അവൻ ചെയ്യും. അത് മാത്രമല്ല, ഞാൻ നിർത്തിയെടുത്തുനിന്ന് അവൻ തുടങ്ങുകയും ചെയ്യും. In other words, in effect what he was saying was that if you honor me, you have to honor him also. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ മാനിച്ചതുപോലെ തന്നെ നിങ്ങൾ അവനെയും മാനിക്കണം എന്നതാണ് യേശു അർത്ഥമാക്കിയത്. He is a highly honorable person. കാരണം അവൻ ബഹുമാനത്തിന് ഏറ്റവും യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. Honor him as you honor me. നിങ്ങൾ എന്നെ മാനിച്ചതുപോലെ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെയും മാനിക്കേണ്ടതാകുന്നു. That means Jesus is God. അതിന്റെ അർത്ഥം യേശു ദൈവമാണ്. And you have to honor the Holy Spirit
as God. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മാനിക്കുമ്പോൾ ദൈവമായി കരുതി തന്നെ അവനെ ബഹുമാനിക്കണം. So many people have a theological problem here. ഇവിടെ ഒത്തിരി ആളുകൾക്കും ദൈവശാസ്ത്രപരമായ ആശയക്കുഴപ്പങ്ങളുണ്ട്. Many people think that the Holy Spirit is not God, but He is the power of God. Maybe He is a minor God. We don't need to honor the Holy Spirit as we honor God the Father or God the Son. ഒത്തിരി ആളുകൾ ചിന്തിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അത് ദൈവമല്ല, ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ്. അതുകൊണ്ട് തന്നെ പിതാവാം ദൈവത്തെയോ പുത്രനാം ദൈവത്തെയോ മാനിക്കുന്നത് പോലെയൊന്നും മാനിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പലരും കരുതി വെച്ചിരിക്കുന്നത്. Now let us open our Bibles and read a passage from the Bible from Psalm 139. 139 സങ്കീർത്തനത്തിൽ നിന്ന് നമ്മുടെ ബൈബിളുകളിൽ തുറന്ന് ഒരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. We are going to start from verse number 7. നമ്മൾ 139 സങ്കീർത്തനത്തിന്റെ 7ാമത്തെ വചനത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. David is writing, or David is singing. ദാവീദ്, Where can I go from your spirit, or where can I flee from your presence? ദാവീദ് ഇവിടെ എഴുതുകയോ അല്ലെങ്കിൽ ദാവീദ് ഇവിടെ പാടുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? That means you are everywhere. അതിൻ്റെ അർത്ഥം നീ എല്ലായിടത്തുമുണ്ട്. Meaning the Holy Spirit is everywhere and He has the omnipresence. പരിശുദ്ധാത്മാവ് എല്ലായിടത്തുമുണ്ട് എന്ന് പറയുമ്പോൾ അവൻ സർവ്വവ്യാപിയാണ്. If I ascend into heaven, you are there. If I make my bed in hell, behold, you are there. 8ാമത്തെ വചനം, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. It says in English, if I make my bed in hell, behold, you are there. So there is a question here, is God in hell? പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് വീണ്ടും ഒരു ആശയക്കുഴപ്പം വരും. അയ്യോ, നരകത്തിൽ ദൈവം ഉണ്ടോ എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നേക്കാം. I think in some youth conferences, some youths have asked me this question. ചില യൂത്ത് കോൺഫറൻസിലൊക്കെ ചില യൂത്ത്സ് എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. Is God also, he is everywhere. So is God also in hell? ദൈവം എല്ലായിടത്തുണ്ടെന്ന് പറയുമ്പോൾ ദൈവം നരകത്തിലും ഉണ്ടോ? Another young man asked me, is God in bar? വേറൊരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, ദൈവം മദ്യശാലയിലുണ്ടോ? If God is there in bar, I can also go there. ഓ, ദൈവം മദ്യശാലയിലുണ്ടെങ്കിൽ എനിക്കും അവിടേക്ക് If പോകാമല്ലോ. God is in hell, why don't I go there? God is there also. നരകത്തിൽ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ? ദൈവം ഉള്ളിടത്ത് എനിക്ക് പോകാമല്ലോ. God is in hell also, but there is a technical problem. ദൈവം നരകത്തിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. The presence of God cannot be tasted or enjoyed in hell. ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് ആസ്വദിക്കാനോ രുചിക്കാനോ നരകത്തിൽ സാധ്യമല്ല. God is present, but His presence will not be available for us. ഓർക്കുക, ദൈവം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും അവന്റെ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നും തന്നെ നരകത്തിൽ ചെന്നാൽ കിട്ടുകയില്ല. See, God is everywhere. ഓർക്കുക, ദൈവം എല്ലായിടത്തും ഉണ്ട്. Wherever you are, God is there. നിങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ദൈവമുണ്ട്. But if you want to enjoy that presence, He has to open, He has to release His glory, His presence, His person in a tangible way or in an understandable way, in an experiential way. ഓർക്കുക, നിങ്ങൾക്ക് അവൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ സാമീപ്യം ആസ്വദിക്കണമെങ്കിൽ അവൻ്റെ സാന്നിധ്യം, അവൻ്റെ സാന്നിധ്യവും സാമീപ്യവും എല്ലാം തന്നെ ശക്തിയും മഹത്വവും തേജസ്സും എല്ലാം അവനിൽ നിന്ന് പുറപ്പെടുത്തെടുത്ത് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. So David says, if I make my bed in hell, behold, you are there. അവിടെ ദാവീദ് പറയുന്നത്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. Verse number 9, if I take the wings of the morning and dwell in the uttermost parts of the sea, even there your hand will lead me and your right hand shall hold me. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്നു പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. In other words, you cannot escape from God. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി പോകുവാൻ ആർക്കും സാധ്യമല്ല. He is everywhere. ദൈവം എല്ലായിടത്തുമുണ്ട്. Verse number 11, if I say, surely the darkness shall fall on me, even the night shall
be light about me. Indeed, the darkness shall not hide from you, but the night shines as the day. The darkness and the light are both alike to you. 11-ാമത്തെ വചനം, ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. So everywhere, even if it is day or night, light or darkness, God is everywhere. ഓർക്കുക, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവം എല്ലായിടത്തുമുണ്ട്. In verse number 7, it is clearly mentioned that where can I go from your spirit? That means the Holy Spirit. അവിടെ 7-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പറയുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും. ഈ ആത്മാവ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണ്. Yes. Meaning, the Spirit of God, the Holy Spirit is everywhere. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് എല്ലായിടത്തുമുണ്ട്. That is the quality. Omnipresence is the quality that belongs only to God. ഓർക്കുക, ഈ സർവ്വവ്യാപിത്വം എന്ന് പറയുന്ന ആ ഗുണവിശേഷം ദൈവത്തിന് മാത്രമുള്ളതാണ്. That means the Holy Spirit is God. അതിന്റെ അർത്ഥം സർവ്വവ്യാപിയായ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണെന്നാണ്. So we have to honor the Holy Spirit as God himself. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുമ്പോൾ ദൈവമായി തന്നെ കണ്ടുകൊണ്ട് So how പരിശുദ്ധാത്മാവിനെ. to treat the Holy Spirit the right way? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്? Honor him. അവനെ ബഹുമാനിക്കുക. Honor him as we honor God. നാം ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ Coming ബഹുമാനിക്കുക. to Matthew chapter 28 മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വന്നാലും and verse number 19. അതിന്റെ 19-ാമത്തെ വചനം, Go therefore and make disciples of all the nations, baptizing them in the name of the Father and of the Son and of the Holy Spirit. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. There, the name of the Holy Spirit is given along with the Father and the Son. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ നാമം പിതാവിന്റെയും പുത്രന്റെയും നാമത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. So the name of the Holy Spirit is not an inferior name. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറയുന്നത് വില കുറഞ്ഞൊരു And നാമമല്ല, he is not an inferior God. അല്ലെങ്കിൽ അല്പം കൂടെ താഴ്ന്ന ഒരു ദൈവമല്ല. All the three are mentioned as equal. അവിടെ 3 നാമങ്ങളെയും പരാമർശിച്ചിരിക്കുന്ന തുല്യമായിട്ടാണ്. So honor the Holy Spirit as God himself. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുമ്പോൾ ദൈവമായി കണ്ട് തന്നെ ബഹുമാനിക്കണം. So Jesus equaled the Holy Spirit with himself and with the Father. ഓർക്കുക, യേശു കർത്താവ് തന്നോടൊപ്പം പിതാവിനോടൊപ്പം തുല്യമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. You understand what I'm saying? ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? This is very, very important. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Many believers, many ministers, many denominations, they don't honor the Holy Spirit as God. ഒത്തിരി ശുശ്രൂഷകന്മാർ, ഒത്തിരി സഭാ വിഭാഗങ്ങൾ, വിശ്വാസികൾ പലരും പരിശുദ്ധാത്മാവിനെ ദൈവമായി കണ്ടുകൊണ്ട് ബഹുമാനിക്കുന്നില്ല. Can I give you one more verse? ഒരു വചനം കൂടെ ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. This is Hebrews chapter 9, ഇത് എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ നിന്നാണ്. verse number 14. അതിന്റെ 14-ാമത്തെ വചനം, How much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, cleanse your conscience from dead works to serve the living God? ജഡീക ശുദ്ധി 13-14 വചനങ്ങൾ, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. The phrase I want to highlight is the eternal Spirit. ഇവിടെ എനിക്ക് ഉയർത്തി കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്ക് നിത്യാത്മാവ് എന്ന് പറയുന്നതാണ്. The Holy Spirit is not a temporary spirit. He is an eternal spirit. ഓർക്കുക, പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഒരു താൽക്കാലികമായി നൽകപ്പെട്ട ഒരു ആത്മാവല്ല, മറിച്ച് അവൻ നിത്യാത്മാവാണ്. Eternity or
only God is eternally eternal. ഓർക്കുക, നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് മാത്രമേ നിത്യൻ അല്ലെങ്കിൽ നിത്യതയിൽ നിൽക്കുന്നവൻ എന്ന് പറയാനായി സാധിക്കുകയുള്ളൂ. Angels, they have a beginning. മാലാഖമാർക്ക് ഒരു ആരംഭമുണ്ട്. Men, they have a beginning. മനുഷ്യർക്കും അതുപോലെ ഒരു ആരംഭമുണ്ട്. Even the devil has a beginning. ഇനിയിപ്പോൾ പിശാചിനെ കുറിച്ച്, സാത്താനെ കുറിച്ച് ചിന്തിച്ചാലും അവനും ഒരു ആരംഭമുണ്ടായിരുന്നു. All of them are created beings. കാരണം നാം എല്ലാവരും തന്നെ സൃഷ്ടിക്കപ്പെട്ട ജീവികളാണ്. God is not a created being. ദൈവം ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയല്ല, He is the creator. പകരം അവൻ സൃഷ്ടാവാണ്. So he has no beginning, no end. അതുകൊണ്ട് അവന് ആരംഭവുമില്ല അവസാനവുമില്ല. Here it is mentioned that the Holy Spirit is mentioned here as the eternal spirit. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് നിത്യാത്മാവ് എന്ന പേരിലാണ്. Meaning he has no beginning, no end. അതിന്റെ അർത്ഥം അവന് ആരംഭവുമില്ല അവസാനവുമില്ല. That means he is God himself. അതുകൊണ്ട് അവൻ ദൈവം തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. So we have to honor the Holy Spirit as God. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുമ്പോൾ ദൈവമായി കണ്ട് തന്നെ ബഹുമാനിക്കുക. How to treat the Holy Spirit the right way, the scriptural way. ഓർക്കുക, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ശരിയായ വിധത്തിൽ തിരുവെഴുത്തുകളിൻ പ്രകാരം നമുക്ക് മാനിക്കുവാൻ സാധിക്കുന്നത്? Honor him. അവനെ ബഹുമാനിക്കുക. Because he is the bringer of Jesus into this world. കാരണം അവനാണ് യേശുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. Because Jesus was conceived of the Holy Spirit. കാരണം യേശു കർത്താവ് ഗർഭസ്ഥനായതുപോലും പരിശുദ്ധാത്മാവിനാലാണ്. I explained this many times in the previous episodes that all throughout the life and ministry of Jesus, the Holy Spirit played a very important role. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എപ്പിസോഡുകളിലെല്ലാം തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. എങ്കിലും പറയാം, യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. Once Jesus was talking to his disciples, ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയായിരുന്നു. he said, I'm going. അവൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്, I'm going to my Father. ഞാൻ എൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് പോവുകയാണ്. If I go, ഞാൻ പോയി കഴിഞ്ഞാൽ the helper will come. നിങ്ങൾക്കുള്ള സഹായി എത്തിച്ചേരും. And another comforter will come. മറ്റൊരു കാര്യസ്ഥൻ, ആശ്വാസപ്രദൻ Another എത്തിച്ചേരും. person is going to come. മറ്റൊരു വ്യക്തിത്വം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരും. And not only that, if you believe in me, you will do greater things than I did. അതുമാത്രമല്ല, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ചെയ്യുന്നതിനേക്കാൾ അധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. The disciples were supposed to do greater things than Jesus did. യേശു കർത്താവ് ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാനാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. So the works of disciples were going to become greater than the works and ministry of Jesus. ഇപ്പോൾ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് യേശു കർത്താവ് ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കാൾ അധികമാകാൻ പോകുകയാണ്. But who is going to actually do this ministry? എന്നാൽ സത്യത്തിൽ ആരാണ് ശിഷ്യന്മാർക്ക് വേണ്ടി ഈ ശുശ്രൂഷകൾ ചെയ്യാൻ പോകുന്നത്? You are right, the Holy Spirit. അതെ, നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ്, പരിശുദ്ധാത്മാവ്. So what is the logic here? The ministry, the work of the Holy Spirit is going to become greater than the works of the works of Jesus. ഓർക്കുക, അതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. യേശു കർത്താവ് ചെയ്ത പ്രവൃത്തിയേക്കാൾ അധികമാണ് പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തികൾ. Jesus' work was limited to one nation. യേശുവിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങിയിരുന്നു. But the Holy Spirit's work is international. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്ന അന്തർദേശീയമാണ്. His work is universal. അത് അവൻ്റെ പ്രവൃത്തികൾ സാർവലൗകികമാണ്. Because the Holy Spirit comes and he is going to spread the work of Jesus into all the nations. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ യേശുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ലോകമെമ്പാടും അവൻ പരത്തുകയാണ്. So one man of God, I heard him saying, the Holy Spirit is the unlimited edition of Jesus. ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ അൺലിമിറ്റഡ് എഡിഷനാണ്. Meaning his works
have no limitation. അതിന്റെ അർത്ഥം ഇപ്രകാരമേ ഉള്ളൂ, അവന്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പരിധിയുമില്ല. Hallelujah. ഹല്ലേലൂയ. Because he is going to do it in a greater magnitude. കാരണം അവൻ ഇത് വളരെ വിശാലമായ വിധത്തിലാണ് അവൻ ചെയ്യുന്നത്. Hallelujah. ഹല്ലേലൂയ. Isn't that amazing? വളരെ അത്ഭുതകരമല്ലേ? So because of all these factors, we have to honor the Holy Spirit. ഈ എല്ലാ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നാം പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കണം. Because he is in charge today. കാരണം ഇന്നത്തെ അധികാരി അല്ലെങ്കിൽ പ്രവർത്തന പദത്തിൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. He is the boss. അവനാണ് ബോസ്. He is the CEO. അവനാണ് സിഇഒ. He is everything. അവനാണ് എല്ലാം. Let us pray. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Heavenly Father, we pray that you may give us understanding as to how to honor the Spirit of God. സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിനെ വ്യക്തമായി മനസ്സിലാക്കി അവനെ ശരിയായ വിധത്തിൽ ബഹുമാനിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ അറിയിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. Help us, Father. ഞങ്ങളെ സഹായിക്കണമേ Give പിതാവേ. us that understanding to honor him. അവനെ മാനിക്കുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരയണമേ. Father, in Jesus' name, I pray for everyone who is afflicted. കർത്താവെ, ഇപ്പോൾ ശാരീരികമായി പ്രശ്നത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. Lord, all the liver-related problems be healed in Jesus' name. എല്ലാ കരൾ സംബന്ധമായ അസുഖങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Somebody who is suffering because of ulcers in the stomach, the Lord is healing. ഇപ്പോൾ വയറിനകത്ത് അൾസറിന്റെ പ്രശ്നമുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. And something like hepatitis B, etc. is getting healed in Jesus' name. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി അസുഖമുള്ള ആരൊക്കെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. Every kind of cancer be healed. എല്ലാ തരത്തിലുള്ള ക്യാൻസർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. Father, I pray that you may give children to childless couples. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ പിറക്കട്ടെ എന്ന് കൂടി ഞങ്ങൾ In പ്രാർത്ഥിക്കുന്നു. Jesus' name, all kinds of rheumatism be healed. എല്ലാ തരത്തിലുള്ള അതുപോലെ സന്ധിവാദം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. Be healed in Jesus' name. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. Whatever your problem, just stretch out your hands and receive the healing. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഏതാണെങ്കിലും സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും And every kind of allergy, financial problems and family problems be solved in Jesus' name. എല്ലാ തരത്തിലുള്ള അലർജികളും അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ പല പ്രശ്നങ്ങളും ഈ സമയത്ത് വിട്ടുമാറട്ടെ. And I pray for financial breakthroughs to happen. അതുപോലെ തന്നെ സാമ്പത്തിക വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I pray for unemployed people. അതുപോലെ ജോലിയില്ലാത്ത പലർക്കുമായി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. Father, give them the right employment. കർത്താവേ, ശരിയായ സ്ഥാനത്ത് തന്നെ അവർക്ക് ജോലി ലഭിക്കട്ടെ. And I pray for the unmarried people. അതുപോലെ അവിവാഹിതർക്കായി പ്രാർത്ഥിക്കുന്നു. Give them right life partners. ശരിയായ ജീവിത പങ്കാളികളെ അവരെ കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് In പ്രാർത്ഥിക്കുന്നു. Jesus' name we pray. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. Thank Amen. you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. And this is my request, just spread the news and share the link of this video with others. ഇപ്പോൾ എൻ്റെ അപേക്ഷ ഇതാണ്, ഈ ഒരു ദൈവ സന്ദേശം അനേകിടങ്ങളിലേക്ക് പരത്തുവാൻ വേണ്ടി ഇതിന്റെ ലിങ്ക് ദയവായി ഷെയർ ചെയ്താലും. And be in touch with us. അത് മാത്രമല്ല ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. You can see the prayer line number. നിങ്ങൾക്ക് പ്രെയർ ലൈൻ നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. If you call, many ministers will be more than happy to pray with you. അത് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ശുശ്രൂഷകന്മാർക്ക് വളരെയധികം സന്തോഷമുണ്ട്. And you can save my personal WhatsApp number. അത് മാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കാം. Anytime you can text or send audio messages. ഏത് സമയത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഓഡിയോ മെസ്സേജോ നിങ്ങൾക്ക് അയക്കാൻ And സാധിക്കും. please don't call in that number. I may not be able to attend all the calls. ചിലപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ പോയേക്കും. But as time permits, I will respond to your messages. എന്നാൽ നിങ്ങളുടെ മെസ്സേജുകൾക്കുള്ള പ്രതികരണം അതിന്റെ റിപ്ലൈ ഞാൻ നൽകുന്നതായിരിക്കും. God bless you all and see you again. Bye-bye. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ബൈ. ഇരുളാകി മറിയും കടലിൻ നടുവിൽ എൻ്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, യേശു വാഴുന്നു,
രാജാതിരാജാവായി വാഴും. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിൽ, ഇളകി മറിയും കടലിൻ നടുവിൽ എന്റെ ദൈവം വാഴും. ഒരു ഉറപ്പോട് കൂടി ഒന്ന് പാടിയേ. ഓ ഇളകി മറിയും കടലിൻ നടുവിൽ എന്റെ ദൈവം വാഴുന്നു. എന്റെ കലങ്ങി മറിയും മനസ്സിനുള്ളിലും എന്റെ യേശു വാഴും. ഓ എൻ കലങ്ങി മറിയും എൻ മനസ്സിനുള്ളിൽ എന്റെ യേശു വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു. യേശു രാജാതിരാജാവായി വാഴുന്നു. ഓ അവൻ വാഴുന്നു, ഓ വാഴുന്നു. നിത്യപുരോഹിതൻ രാവിലെ പ്രഭാതത്തിൽ സമാധാനത്തിന്റെ പ്രഭുവായി അവനിൽ വാഴുന്നു. ഓ രാജാതിരാജാവായി വാഴുന്നു. ഓ രാജാതിരാജാവായി വാഴുന്നു. രാജാതിരാജാവായി വാഴുന്നു.